ഇപ്പോൾ മക്കളെ സ്കൂളൊക്കെ തുറന്നതല്ലേ, അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാവൂലേ. ചോറ് കഴിക്കണക്കാട്ടിലും ഇഷ്ടം ഇവിടുത്തെ മക്കൾക്കൊക്കെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പലഹാരമാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കാൻ പോണത്. അപ്പോൾ ഇതിന് കുറച്ച് നട്ട്സ് വേണം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. എൻ്റെ അത് കുറച്ച് കളർ ഏറിയിട്ടുണ്ട് കേട്ടോ മാറിയത്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. പിന്നെ ആ ഒരു നെയ്യിലേക്ക് തന്നെ ഒരു 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിലിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ഇതാ ഇപ്പോൾ റവയൊക്കെ റോസ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു റവ ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ആ ഒരു നട്ട്സ് ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതാ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാനിതാ ഇതുപോലെ ഒരു ബോൾസ് രൂപത്തിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് തരിയുണ്ട എന്നാണ്.